പൗരനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത തിരിച്ചറിയൽ രേഖയാണ് ആധാർ. നമ്മുടെ വിരലടയാളം, കണ്ണിന്റെ ഐറിസ് പോലുള്ള ബയോമെട്രിക് വിവരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഇത് വളരെ സുരക്ഷിതവുമാണ്. ഈ സുരക്ഷ ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും ദുരുപയോഗം തടയാനുമായി നമ്മുടെ ആധാർ ബയോമെട്രിക് വിവരങ്ങൾ താൽക്കാലികമായി ലോക്ക് ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ അൺലോക്ക് ചെയ്യാനും സൗകര്യമുണ്ട്. നിങ്ങളുടെ ആധാർ ബയോമെട്രിക് ലോക്ക് ആണെങ്കിൽ അത് അൺലോക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്താൻ സാധിക്കില്ല. ഈ വീഡിയോയിലൂടെ വിവിധ മാർഗങ്ങളിലൂടെ എങ്ങനെ നിങ്ങളുടെ ആധാർ ബയോമെട്രിക് എളുപ്പത്തിൽ അൺലോക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എന്താണ് ആധാർ ബയോമെട്രിക്? വ്യക്തികൾക്ക് നൽകുന്ന 12 അക്ക സവിശേഷ തിരിച്ചറിയൽ നമ്പറാണ് ആധാർ. ഇത് ഓരോ വ്യക്തിയുടെയും വിരലടയാളം, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ബയോമെട്രിക് വിവരങ്ങൾ ആധാർ കാർഡിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും കാർഡുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ശരിയായ ഉടമ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. സർക്കാർ, സ്വകാര്യ മേഖലകളിൽ സുരക്ഷിതമായ വേരിഫിക്കേഷനായി ബയോമെട്രിക് ഒതന്റിക്കേഷൻ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം നേടാൻ ലോക്കിംഗ്, അൺലോക്കിംഗ് സംവിധാനം വളരെ പ്രധാനമാണ്. എപ്പോഴാണ് ആധാർ ബയോമെട്രിക് അൺലോക്ക് ചെയ്യേണ്ടത്? നിങ്ങളുടെ ആധാർ ബയോമെട്രിക് ലോക്ക് ആയിരിക്കുമ്പോൾ വേരിഫിക്കേഷനായി വിരലടയാളമോ ഐറിസ് സ്കാനോ ഉപയോഗിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കാർഡ് സജീവമായി ഉപയോഗിക്കാത്ത സമയങ്ങളിൽ ഡാറ്റ അനധികൃതമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇത് സംരക്ഷിക്കുന്നു. എന്നാൽ ബയോമെട്രിക് വേരിഫിക്കേഷൻ ആവശ്യമായ ഇടപാടുകളോ സേവനങ്ങളോ നടത്തണമെങ്കിൽ ഈ ബയോമെട്രിക് വിവരങ്ങൾ താൽക്കാലികമായി നമുക്ക് അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്യുന്നത് സുഗമമായ വേരിഫിക്കേഷൻ ഉറപ്പാക്കുകയും കുറഞ്ഞ സമയത്തിന് ശേഷം ഓട്ടോമാറ്റിക്കായി വീണ്ടും ലോക്ക് ആവുന്നതിലൂടെ സുരക്ഷ നിലനിർത്തുകയും ചെയ്യുന്നു. ഇനി നമുക്ക് എങ്ങനെ ഓൺലൈനായി ആധാർ ബയോമെട്രിക് അൺലോക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഔദ്യോഗിക UIDAIയുടെ മൈ ആധാർ പോർട്ടലാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ വെർച്വൽ ID ആവശ്യമാണ്. ഇത് നിങ്ങളുടെ ആധാർ നമ്പറിന് പകരമായി ഉപയോഗിക്കാവുന്ന സുരക്ഷിതമായ ഒരു സംവിധാനമാണ്. ആദ്യം ഔദ്യോഗിക UIDAI മൈ ആധാർ വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ ലോക്ക് അല്ലെങ്കിൽ അൺലോക്ക് ബയോമെട്രിക്സ് എന്ന വിഭാഗത്തിലേക്ക് പോവുക. ബയോമെട്രിക് ഡാറ്റ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വെർച്വൽ IDയും സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച കോഡും നൽകുക. തുടർന്ന് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒറ്റത്തവണ പാസ്വേഡ് നൽകി വെരിഫൈ ചെയ്യുക. വെരിഫിക്കേഷൻ പൂർത്തിയായാൽ നിങ്ങളുടെ ബയോമെട്രിക് ഡാറ്റ ഒരു നിശ്ചിത സമയത്തേക്ക് അൺലോക്ക് ആകുകയും നിങ്ങൾക്ക് ബയോമെട്രിക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ആധാർ ആപ്ലിക്കേഷൻ വഴിയും ബയോമെട്രിക് ലോക്കിംഗ് സ്റ്റാറ്റസ് കൈകാര്യം ചെയ്യാം. നിങ്ങളുടെ ഫോണിലെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തുറക്കുക. നിങ്ങളുടെ ആധാർ നമ്പറും മൊബൈൽ വെരിഫിക്കേഷനും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ആപ്പിനുള്ളിലെ ബയോമെട്രിക് ലോക്ക് എന്ന ഫീച്ചർ തിരഞ്ഞെടുക്കുക. ആവശ്യമായ വിവരങ്ങളും OTPയും നൽകി നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ അൺലോക്ക് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക. യാത്രയിലായിരിക്കുമ്പോൾ പോലും ബയോമെട്രിക് അൺലോക്ക് ചെയ്യുന്നതിനുള്ള ലളിതമായ, വേഗതയേറിയതുമായ ഒരു മാർഗമാണിത്. SMS സൗകര്യം ഇഷ്ടപ്പെടുന്നവർക്ക് UIDAIയുടെ 1947 എന്ന നമ്പറിലേക്ക് പ്രത്യേകം ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചും ബയോമെട്രിക് ഡാറ്റ അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഇതിനും നിങ്ങളുടെ വെർച്വൽ ID കയ്യിൽ കരുതണം. ആദ്യം നിങ്ങളുടെ വെർച്വൽ ID ജനറേറ്റ് ചെയ്യുക. അതിനായി GVID എന്ന് ടൈപ്പ് ചെയ്ത് ഒരു സ്പേസ് ഇട്ട ശേഷം നിങ്ങളുടെ ആധാർ നമ്പറിന്റെ അവസാന 4 അക്കങ്ങൾ ചേർത്ത് 1947ലേക്ക് SMS അയക്കുക. നിങ്ങൾക്ക് VID ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ VID ഉണ്ടെങ്കിൽ OTP ലഭിക്കുന്നതിനായി ഗെറ്റ് OTP എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം നിങ്ങളുടെ വെർച്വൽ IDയുടെ അവസാനത്തെ 6 അക്കങ്ങൾ ചേർത്ത് 1947ലേക്ക് SMS അയക്കുക. OTP ലഭിച്ച ശേഷം ബയോമെട്രിക് അൺലോക്ക് ചെയ്യുന്നതിനായി അൺലോക്ക് UID എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം നിങ്ങളുടെ വെർച്വൽ IDയുടെ അവസാനത്തെ 6 അക്കങ്ങൾ തുടർന്ന് ഒരു സ്പേസ് ഇട്ട് ലഭിച്ച 6 അക്ക OTPയും ചേർത്ത് 1947ലേക്ക് SMS അയക്കുക. ഇത് പൂർത്തിയാക്കിയ ശേഷം അൺലോക്ക് സ്റ്റാറ്റസ് സംബന്ധിച്ച് നിങ്ങൾക്ക് SMS വഴി സ്ഥിരീകരണം ലഭിക്കും. ശ്രദ്ധിക്കുക, ഒരിക്കൽ അൺലോക്ക് ചെയ്താൽ ബയോമെട്രിക് ഡാറ്റ കുറഞ്ഞ സമയത്തേക്ക് സാധാരണയായി 10 മിനിറ്റ് ലഭ്യമാകും. അതിനുശേഷം സുരക്ഷ നിലനിർത്തുന്നതിനായി അത് ഓട്ടോമാറ്റിക്കായി വീണ്ടും ലോക്ക് ആകും. അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളുടെ ആധാർ ബയോമെട്രിക് അൺലോക്ക് ചെയ്യുകയും
ഉപയോഗത്തിന് ശേഷം ഉടൻ തന്നെ അത് വീണ്ടും ലോക്ക് ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് അനധികൃത ഉപയോഗം തടയാൻ സഹായിക്കും. അതോടൊപ്പം ബയോമെട്രിക് വേരിഫിക്കേഷൻ ആവശ്യമുള്ള സേവനങ്ങൾ തടസ്സമില്ലാതെ ഉപയോഗിക്കാനും ഇത് നിങ്ങളെ പ്രാപ്തരാക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.